ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇന്ന് ഊട്ടിയിൽ ഇങ്ങനെ കറങ്ങാൻ ഇറങ്ങിയതാണ് രാവിലെ തന്നെ. അപ്പോൾ നമ്മൾ ട്രിപ്പ് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചേഞ്ചാണ്. എല്ലാവരും ഇങ്ങനെ കളിയാക്കലുണ്ട്, എന്താ ഊട്ടി പോയിട്ട് ഊട്ടി പോയി മടുത്തു എന്നുള്ളത്. ഈ ഊട്ടിയിൽ വന്നിട്ട് മടുക്കാനുള്ള മെയിൻ കാരണം ഈ ബൊട്ടാണിക്കൽ ഗാർഡനും ഈ ബോട്ട് ഹൗസും ആ ഊട്ടി ടൗണും ഏരിയയിൽ മാത്രം നിന്ന് സ്പെൻഡ് ചെയ്ത് മടങ്ങി പോകുന്നവർക്കാണ് ഈ ഊട്ടി മടുക്കുക. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി കിടക്കുന്നത് ഉള്ളേരിയയിലാണ്, ഊട്ടിയുടെ ഉള്ളേരിയയിലെ ഗ്രാമങ്ങളിൽ. അപ്പം അങ്ങനെ ഒരു സ്ഥലങ്ങളിൽ കുറേ ഉണ്ട് ഊട്ടിയിൽ. ഒരുവിധ ആൾക്കാരൊന്നും പോകാത്ത ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും ഉണ്ട് ഊട്ടിയിൽ. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് പോണൊരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉൾനാട്ടിലേക്കാണ്, ഒരു വില്ലേജ് ഏരിയയിലോട്ടാണ് നമ്മളിന്ന് പോണത്. ഊട്ടി ടൗണിൽ നിന്ന് ഏകദേശം ഒരു 35 കിലോമീറ്റർ ദൂരെ. അതാണ് നമ്മൾ ഇന്നത്തെ പ്ലാന്. ഓക്കെ. അപ്പോൾ നമ്മളിതപ്പോൾ ഇവിടുന്ന് അവലാഞ്ചി പറഞ്ഞ സ്ഥലമുണ്ട്, ഒരു ഉള്ളേരിയയാണ്, വില്ലേജ് ഏരിയയാണ്. അവിടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോയപ്പോൾ ഒരു രക്ഷയില്ലാത്ത വ്യൂ പോയിൻറ്റ്സാണ് കേട്ടോ. എവിടെ നോക്കിയാലും വ്യൂ പോയിൻറ്റ്സാണ്. നമ്മളെ റോഡ് തൈ കാണുന്ന റോഡാണ്. ഇങ്ങനെ പോയി തിരിഞ്ഞങ്ങനെ പോകുന്നവരൊക്കെ റോഡാണ്. അവിടെയൊക്കെ വ്യൂ പോയിൻറ്റ്സാണ്. അപ്പോൾ നമ്മൾ അവലാഞ്ചിക്ക് നമ്മളെ ഊട്ടി ടൗണിന് ഏകദേശം ഒരു 35 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് എങ്ങനെയുണ്ട് കാര്യങ്ങളെന്നൊക്കെ കാണിച്ചു തരാം. നല്ല അടിപൊളി സ്ഥലമാണ്. എല്ലാവരും മിസ് ചെയ്യും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഊട്ടി ടൗണിൽ മാത്രം കറങ്ങി പോകലാണ്. പക്ഷേ ഈ ഒരു സ്ഥലം ഒരിക്കലും ഇനി വരുന്നവർ മിസ് ചെയ്യരുത്. പൊള്ളി സ്ഥലം. അവലാഞ്ചിക്ക് ഇനി 23 കിലോമീറ്ററാണ് കാണിക്കുന്നത്. ഒരു ഏതോ നല്ലൊരു അടിപൊളി വില്ലേജാണ്. വില്ലേജിൻ്റെ പേരെന്താന്നുള്ളത് അറിയില്ല. ഇതൊക്കെയാണ് നമ്മുടെ ലൊക്കേഷൻ. അവലാഞ്ചിയിലോട്ടൊരു യാത്ര. ടീ കോഫി ഉണ്ട്, നമുക്ക് ഇതൊന്നുമില്ല. എന്താ പറയാ, ഇഡ്ഡലി വട സാമ്പാർ അതൊന്നും നമുക്ക് വേണം. അതാണ് വേണ്ടത്. മട്ടൺ സ്റ്റാൾ, ഫിഷ് സ്റ്റാൾ. വാവ്, ഏതാ പോയിന്റ് വ്യൂ. പാലട പറഞ്ഞ സ്ഥലമാണത്. പാലട പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടുണ്ട്. വില്ലേജാണ്. അടിപൊളി നല്ല വ്യൂ ആണ്. ഇവിടെ ഒരു ടീ ഷോപ്പ് പോലെ കാണുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അവിടെ ഉണ്ട് ഹോട്ടൽ. അപ്പോൾ പാലട എന്ന് പറഞ്ഞ സ്ഥലത്ത് നല്ലൊരു ഹോട്ടൽ കണ്ടു. അതിൻ്റെ തൊട്ട് മുന്നിലാണ് നമ്മളെ ക്യാരറ്റൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു ഫാക്ടറി ഉണ്ട്. അപ്പോൾ നല്ല രസമുള്ള വ്യൂ ഉള്ളൊരു ഏരിയയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ക്യാരറ്റൊക്കെ ക്ലീൻ ചെയ്യുന്ന ഏരിയ. ക്യാരറ്റുകൾ കിടക്കുന്നുണ്ട്. ഒക്കെ ഓരോരോ പ്രോസസ്സിങ് ആയിട്ട് വാഷ് ചെയ്ത് ക്ലീനായിട്ട് വരുന്ന ഏരിയകളാണ്. കണ്ടോ, ക്യാരറ്റൊക്കെ ചാക്കിൽ കെട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ്, ബീറ്റ്റൂട്ട് എല്ലാം ഉണ്ട്. അടാ സെറ്റ് സാധനങ്ങൾ. ക്യാരറ്റ് അവിടെ ചാക്കിൽ കെട്ടിച്ച്. ബീറ്റ്റൂട്ടും ഉണ്ട്. നല്ല അടിപൊളി ബീറ്റ്റൂട്ടുള്ള കേട്ടോ, ഫ്രഷ് ബീറ്റ്റൂട്ട്. നമുക്ക് 2 ക്യാരറ്റ് എടുക്കാം. ഒരു ക്യാരറ്റ് എടുത്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് കഴിച്ചു നോക്കാം, ഫ്രഷ്. അപ്പോൾ നല്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ അങ്ങനെ പോരുകയാണ്. അപ്പോൾ എത്ര അങ്ങോട്ട് പോകണത്തോളം വ്യൂ തന്നെയാണ്. വ്യൂവിനൊരു കുറവുമില്ല. ബ്രേക്ക്ഫാസ്റ്റ് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ഇഡ്ഡലി, നല്ല ചൂട് ഇഡ്ഡലി, ദോശ,
ഒക്കെ കഴിച്ചു. ചട്നി ഒക്കെ നല്ല സ്റ്റൈലും ചട്നി ആയിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടാക്കുന്ന റെസിപ്പി എങ്ങനെയാണെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ചട്നി നമ്മളുണ്ടാക്കുന്ന പോലെ ഇവർ തേങ്ങ അരച്ചിട്ട് അത് തിളപ്പിക്കുന്ന ചൂടാക്കുന്നുമില്ല. തേങ്ങയും അതിൽ കുറേ ചേരുവകളൊക്കെ ചേർത്തിട്ട് അരച്ചിട്ട് കറിവേപ്പിൻ്റെ ഇല, വറ്റൽമുളക്, കടുക് എണ്ണയിൽ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് അതിലോട്ട് ഒഴിക്കുന്നുള്ളൂ. അത്രമാത്രമേ ഉള്ളൂ അവരുടെ റെസിപ്പി. അപ്പോൾ അതിൽ തേങ്ങ അരക്കുന്നതിൽ ചേർക്കേണ്ടതായിട്ടുള്ളത് വെളുത്തുള്ളി നമ്മുടെ എന്താ പറയുക പച്ചമുളകും മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഏതായാലും സംഗതി നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ഇങ്ങനെ പോവുകയാണ്. അവലാഞ്ചിയിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവലാഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഉള്ളിലേക്കുള്ളൊരു ഏരിയയാണ്. നല്ല വ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഒരിക്കലും ബോറടിക്കുന്നില്ല. കുറേ എയർ പിൻ ഫെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ ഇങ്ങനെ കവർ ചെയ്തിട്ട് വേണം പോകാൻ. ചെറിയ റോഡാണ്. അവിടുന്ന് ബസ്സും ലോറിയും കാര്യങ്ങളൊക്കെ വരും. എന്നാലും നല്ല രസമുള്ളൊരു ഏരിയയാണ്. അപ്പോൾ അവലാഞ്ചി ഒരിക്കലും മിസ് ചെയ്യരുത്. നിർബന്ധമായിട്ട് നിങ്ങൾ പോകണം എന്നൊക്കെ പറയാനുള്ളൂ. ഊട്ടിയിലേറ്റം വരുമ്പോൾ അവലാഞ്ചി മിസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ മിസ്സിങ് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മളെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും പല ടൈമിലാണ് ഊട്ടിക്ക് വരാറുള്ളത്. ആദ്യമൊക്കെ ഞങ്ങൾ ഇതുപോലെ തന്നെ ബൊട്ടാണിക്കൽ ഗാർഡനൊക്കെ ചുറ്റി പോകുമായിരുന്നു. പിന്നെ ആണ് ഞാൻ അതിനെ പറ്റിയിട്ട് ഒന്ന് പ്ലാനൊക്കെ ഒന്ന് മാറ്റി വന്നത്. അപ്പോൾ എങ്ങനെയാണ് പോണ പ്ലാൻ എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരേണ്ടി വരും. അപ്പോഴതിൻ്റെ കറക്റ്റായിട്ടുള്ള ഐഡിയ കിട്ടുള്ളൂ നമുക്ക്. ഇപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് 2 പ്രാവശ്യം വന്നിട്ടുള്ള എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ വീട്ടിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങും. നേരത്തെ ഇറങ്ങിയിട്ട് ഒരു 10-12 മണിയാകുമ്പോഴേക്കും ഊട്ടിയിലെത്തുന്ന രീതിയിൽ എത്തും. റൂമും കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് റൂമിലിരുന്ന് റിലാക്സ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് ആണ് അന്നത്തെ ദിവസം അവിടെ നിന്ന് റെസ്റ്റ് ചെയ്ത് വൈകുന്നേരത്തിൽ നമ്മൾ ഈ പറഞ്ഞ ഊട്ടി ടൗണിലൊക്കെ ഒന്ന് കറങ്ങി നേരെ തിരിച്ച് റൂമിലോട്ട് തന്നെ എത്തി റിലാക്സ് ചെയ്ത് രാവിലെ എണീറ്റ് റൂം വെക്കേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഏതെങ്കിലും നല്ലൊരു ഏരിയ പോയി കവർ ചെയ്തിട്ട് വരും. അങ്ങനെ കവർ ചെയ്ത് വന്നിട്ട് നമ്മുടെ കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ വീണ്ടും റൂം വെക്കേറ്റ് ചെയ്തിട്ട് തിരിച്ച് വീണ്ടും സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് രാത്രി ഒരു 10-11 മണിയാകുമ്പോഴേക്കും വീട്ടിലെത്തുന്ന രീതിയിൽ ആണ് നമ്മുടെ പ്ലാനുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഓരോ ഉള്ളി ഏരിയയിലോട്ട് കറങ്ങാനൊക്കെ പോകുന്നത് നമ്മൾ പിറ്റേ ദിവസമാണ്. അതായത് ഇന്ന് ഊട്ടിയിൽ എത്തിക്കഴിഞ്ഞാൽ റൂമിൽ റിലാക്സ് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ മോർണിംഗിൽ ഫസ്റ്റ് തന്നെ പരിപാടി. ഇങ്ങനെ എവിടേക്കെങ്കിലും പോവുക, അല്ലെങ്കിൽ ഇതിലും ദൂരം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റൂം വെക്കേറ്റ് ചെയ്തിട്ട് പോയാലും മതിയാവും. പക്ഷേ രാവിലെ നേരത്തെ ഇങ്ങനെ പ്ലാൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു 10-12 മണിയാകുമ്പോഴേക്കും തിരിച്ച് റൂമിലെത്തി ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് വീണ്ടും നമുക്ക് റൂമിൽ നിന്ന് ഇറങ്ങാനുള്ളൊരു സമയം കിട്ടും. കുറേ നേരം കിടന്നുറങ്ങിയിട്ട് റൂം എടുത്തിട്ട് കിടന്നുറങ്ങിയിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഓരോരോ ദിവസങ്ങളിലും ഓരോരോ ടൈമിലും ഓരോരോ ഏരിയകൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഊട്ടിയിൽ വരുന്നതിന് മുതലായി കിട്ടും. അപ്പോൾ അത്ര മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഇതെല്ലാം എന്ന് പറഞ്ഞ വില്ലേജിലാണ് ഇപ്പൊ നമ്മൾ എത്തിയിട്ടുള്ളത്. പിന്നെ ഇവിടെ ബാമ്പട്ടി, എടക്കാട്, തൊഴിശാല, അങ്ങനെയുള്ള ഓരോരോ ഏരിയകളാണ്. ഇതൊരു വില്ലേജാണ്. അങ്ങനെ ഓരോരോ ഏരിയയിലും ഓരോ വില്ലേജിൽ മാത്രമേ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. ഒക്കെ വില്ലേജ് ഏരിയ കൂടെയാണ് നമ്മൾ പാസ് ചെയ്ത് പോണത്. അപ്പോൾ എന്തായാലും സംഗതി മുതലാവും വന്നു കഴിഞ്ഞാൽ. അവലാഞ്ചി ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ മക്കളെ ഒരിക്കലും നമുക്ക് മുതലാവുന്ന ഒരു പ്ലേസാണ് അവലാഞ്ചി. വീട് അല്ലല്ലേ അമ്മ?
ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റാവല്ലേ? മുള്ളി പട്ട 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 എന്ത് ഭംഗിയല്ലേ! എന്ത് ഭംഗി നിന്നെ കാണാൻ എന്റെ ഓമലാളേ. അവിടെയൊക്കെ കേറി നിന്നിട്ട് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കണല്ലേ? ഞങ്ങൾ തിരിച്ചു വരുമ്പോ ഞാൻ ഫോട്ടോ എടുക്കാം. എമർലാഡ് വില്ലേജ്. എമർലാഡ് സൗത്ത് ഇന്ത്യ, നോർത്ത് ഇന്ത്യ. ഇതാണ് നമ്മുടെ എമർലാഡ് പറഞ്ഞൊരു വില്ലേജാണ്. ഈ എമർലാഡിൽ നിന്ന് തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്ത് പോകാൻ പറ്റിയ കുറേ ഏരിയകളുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്തൊരു ഡാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് നമുക്ക് പോകാനുള്ള ടൈമില്ല. കാരണം നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, റൂം വെക്കേറ്റ് ചെയ്യാനുള്ള ടൈം ആകുമ്പോഴേക്കും തിരിച്ചെത്തണം. നമ്മുടെ 9:30 ടൈം ആകുമ്പോഴേക്കും അവിടെ എത്താനാണ് പ്ലാൻ ഇട്ടുള്ളത്. അപ്പോൾ എമർലാഡ് വില്ലേജ് ഒട്ടും മോശമില്ലാത്ത നല്ല കിടിലൻ സ്ഥലം കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്ത പ്രാവശ്യം എപ്പോഴെങ്കിലും ഇനി വരികയാണെങ്കിൽ ഇവിടെ കുറച്ചൊന്ന് സ്പെൻഡ് ചെയ്യാനുണ്ട്. നമ്മുടെ ഈ അവലാഞ്ചിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് അതിൻ്റെ അപ്പുറത്തേക്ക് പോയാലും ഉള്ള അവിടെ ലേക്കും പിന്നെ യുക്കാലിപ്സ് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ അവിടെ ഒരു ജീപ്പ് സഫാരി ഉണ്ട്. ജീപ്പ് സഫാരിക്ക് 2000 റുപ്യാണ് പറഞ്ഞത്. ചുരുങ്ങിയത് 8 ആൾക്കാർക്കെങ്കിലും അതിൽ പോകാൻ പറ്റും. അപ്പോൾ നമ്മളെ വണ്ടിയും കൊണ്ട് നമുക്ക് അവിടെ നിന്ന് ചുറ്റി കറങ്ങി കാണാൻ പറ്റില്ല. 1 മണിക്കൂർ ജീപ്പിൽ കറങ്ങാൻ 2000 റുപ്യ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഏരിയകളൊക്കെ അങ്ങോട്ടേക്ക് കാണിച്ചു തരും. അപ്പോൾ അങ്ങനെയൊക്കെ അന്വേഷിച്ചു കാര്യങ്ങളൊക്കെ കണ്ടെത്തി. നമ്മളൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് കയറി ഫോറസ്റ്റ് ഒരു വണ്ടിക്കും ആളുകൾക്കുള്ള പേയ്മെൻറ്റൊക്കെ ചെയ്തിട്ട് വേണം ഉള്ളിലോട്ട് കയറാൻ. പിന്നെ അവിടെ പോയിട്ട് നമ്മളെ വണ്ടി പാർക്ക് ചെയ്യണം. പിന്നെ നടന്ന് കാണാൻ പറ്റി കുറേ ഏരിയകളൊക്കെ ഉള്ളത് അവിടെ. അപ്പോൾ അതൊക്കെയാണ് അവലാഞ്ചിയിലുള്ളത്. പക്ഷെ അവർക്ക് പോണ റൂട്ട് അത് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മറക്കാൻ പറ്റില്ല. പിന്നെ എറണാട് എമർലെ അവിടെയും ഇതേ പറഞ്ഞ പോലെ തന്നെ നല്ല നല്ല അടിപൊളി വ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യൂസോട് ഇഷ്ടം പോലെ വ്യൂസാണ്. അത് ആ കാണുന്ന റോഡാണ് അവലാഞ്ചിക്ക് പോണ റോഡ്. നമ്മളത് ആവൂലാന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് കയറിയപ്പോഴാണ് നമുക്ക് ഡൗട്ട് അടിച്ച് കയറിയതാണ്. പക്ഷെ നമ്മൾ റോങ് സൈഡിലേക്കാണ് കയറിയിട്ടുണ്ടായിരുന്നത്, നേരെയാണ് പോകേണ്ടിരുന്നത്. പിന്നെ ഒരു 3-4 എയർപിൻ ബെൻഡൊക്കെ കയറിയതിന് ശേഷമാണ് നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നു. അത് ഇങ്ങനെ പോകുന്നത് വേറൊരു ഏരിയയിലോട്ടാണ്, എവിടേക്കാണെന്നറിയില്ല. പക്ഷെ അതും എവിടെ പോയാലും വ്യൂ ആണ്. നമുക്ക് ചെറിയൊരു ഡൗട്ട് അടിച്ചു, ആ താഴത്തു കൂടെ കാണുന്ന റോഡാണ് അവലാഞ്ചിക്ക് പോണ റോഡ് എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എയർപിൻ ബെൻഡൊക്കെ ഇങ്ങനെ കയറിപ്പോയി ഒരു 3-4 കയറിയതിന് ശേഷമാണ് നമുക്കൊരു ഡൗട്ട് അടിച്ചത്. ഗൂഗിൾ മാപ്പ് ഇട്ട് നോക്കിയപ്പോൾ വീണ്ടും കുറേ കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നു. ഇതന്നെയാണ് ആ വഴി അവലാഞ്ചിയിലോട്ടുള്ള, ഉണ്ടല്ലേ അവലാഞ്ചി, ഇതാണ് അവലാഞ്ചി. അപ്പോൾ നേരെ അങ്ങോട്ട് പോയി. നമുക്ക് ഡൗട്ട് അടിക്കാനുള്ള കാരണം അവിടേക്കുള്ള റോഡ് തീരെ വീതിയില്ല, ഒറ്റ വണ്ടികൾക്ക് പോകാൻ പറ്റിയ ടൈപ്പ് റോഡാണ്, നല്ല റോഡും അല്ല. അപ്പോൾ പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, വെച്ച് പിടിച്ചു. അപ്പോൾ റൂട്ടിലൂടെ ഇങ്ങനെ പോണ സമയത്ത് റോഡ് വളരെ മോശമാണെങ്കിലും 2 സൈഡിലെ വ്യൂസും നല്ല അടിപൊളി കേട്ടോ, രക്ഷയില്ല. അപ്പോൾ
ഊട്ടി ടൗൺ മാത്രം വന്ന് കറങ്ങി പോയിട്ട് ഒരു കാര്യമില്ല. ഊട്ടിയുടെ ഭംഗി കിടക്കുന്നത് ഉള്ള ഏരിയയിലാണ്. കണ്ടില്ലേ, ഇതാണ് ആ റോഡ്. ഇതുപോലത്തെ റോഡിൽ കൂടിയാണ് നമ്മൾ അങ്ങോട്ട് പോകാനുള്ളത്. അപ്പോൾ ഇതിൽ ഭയങ്കര രസകരമായ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വഴി ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരാളുടെ അടുത്ത് ചോദിച്ചതാണ്. കാരണം ഇവിടെ റിസോർട്ടുണ്ട്. റിസോർട്ടിൻ്റെ ഒരു ബോർഡ് കണ്ടു അവലാഞ്ചിക്ക് തിരിയണ ഭാഗത്ത്. അപ്പോൾ അവിടെ നല്ല റേറ്റാണ് പറഞ്ഞ് അന്വേഷിച്ച് കേട്ടിടത്തോളം. അവിടെ പോയി ചോദിച്ചിട്ടില്ല, അന്വേഷിച്ചിടത്തോളം നല്ല റേറ്റാണ്. അപ്പോൾ അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരു വീട്ടിൽ കയറി നമ്മൾ സംസാരിച്ചു. പക്ഷേ ആ വീട്ടിലത്തെ ടീംസ് ഞങ്ങൾക്ക് അവിടെ ചായ ഉണ്ടാക്കി തന്നു. അവരെ കൊണ്ട് കയറ്റത്തോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഉള്ളിലൊക്കെ കയറി കണ്ട് നല്ല അടിപൊളിയായിട്ട് പോന്നു. ഇതാണ് ആ റിസോർട്ട്, ഞാൻ പറഞ്ഞ റിസോർട്ട്. അവിടെ അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ് എന്നാണ് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ആ ചെക്ക് പോസ്റ്റ്, ഞാൻ പറഞ്ഞ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇവിടെ വണ്ടിക്ക് പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കണം. ആൾക്ക് പൈസ കൊടുത്താലേ ഉള്ളിലോട്ട് കിടത്തി വിടുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർ ഫുള്ള് അവിടെയാണ്, അവിടെ പാർക്ക് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ ജീപ്പ് സഫാരിയും കാര്യങ്ങളും ചെയ്യാം. ഇവരോട് ചോദിച്ചപ്പോൾ റൂമൊക്കെ കിട്ടുമോ? അത് ചോദിക്കുന്നത് ഈ വീഡിയോ എടുക്കും. അറിയാതെടുക്കണം. ഇവിടെ கேட்டு வேண்டாம். இது எப்படி ஃபேமிலிக்கு ஸ்டே பண்ண முடியுமா? எவ்வளவு எவ்வளவு சார்ஜ் தெரியுமா? 600 ஒரு ஃபேமிலிக்கா? ஆ ரிசோர்ட்டா? நம்பர் இருக்கு அதுக்கு? നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് റിസോർട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. 600 റുപ്യ ഒരു ഫാമിലിക്ക് റൂമിന്. വളരെ ചീപ്പാണല്ലോ. അപ്പോൾ 600 റുപ്യ എന്നൊക്കെ പറഞ്ഞാൽ, അപ്പോൾ നമ്മുടെ ഇവിടേക്ക് വരുമ്പോൾ എന്താ ഇതിൻ്റെ പേരെന്തായിരുന്നു? അവലാഞ്ചിക്ക് വരുന്ന സമയത്ത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ റിസോർട്ട് ഉണ്ട്. ഫാമിലിക്ക് സ്റ്റേ ചെയ്യാൻ ഒടുക്കത്തെ വ്യൂ ആട്ടോ. വന്നാൽ മുതലാവുന്ന കാര്യം വീട്ടിൽ സംശയമില്ല. തണുത്ത വെള്ളം ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. മേലൊക്കെ കാണുന്ന ക്യാരറ്റ് തോട്ടാണ്. ക്യാരറ്റ് വേണം നമുക്ക്. അപ്പോൾ ആൾക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. 600 എന്ന് ഉദ്ദേശിച്ചത് അവിടെ 6000-ത്തിനാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഡീപ്പായിട്ട് അവിടെ പോയി അന്വേഷിച്ചു. ഇതാണ് അവരുടെ വീടും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഏത് ഫുഡൊക്കെ നിങ്ങൾക്ക് சின்ன ஹோட்டலெல்லாம் ஸ்டார்ட் பண்ணி கொடுங்க சாப்பாடுக்கு. உங்களை ரெடி பண்ணலையா? சேல் பண்ணாலோ ஹோட்டல் மாதிரி நீங்கள் மேடிச்சீங்க. நான் ரெடி வாங்கி சாமான் வாங்கி கொண்டு இது அவலாஞ்சில சாப்பாடு അപ്പോൾ നമ്മുടെ അവലാഞ്ചിയുടെ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ്. അവരുടെ വീടും ഉള്ളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഷോർട്സ് വീഡിയോയിൽ പോസ്റ്റ് ചെയ്യും. ക്യാരറ്റ് പറിക്കുന്ന വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഷോർട്ട് വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.